അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഈദ് മുബാറക്. ഈദുൽ ഫിത്തറിനെ നാം കേരളീയർ ചെറിയ പെരുന്നാൾ എന്നാണ് വിളിക്കുന്നത്. ചന്ദ്രദർശനം കണക്കാക്കിയാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈദുൽ ഫിത്തർ സമാഗതമാകുന്നത്. ഈദിന്റെ ദിവസം സുബഹിക്ക് മുന്നേ എണീറ്റ് കുളിച്ച് പുതുവസ്ത്രം അണിഞ്ഞ് സുഗന്ധം പൂശി മധുരം കഴിച്ച് പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നു. ഈദുൽ ഫിത്തറിന്റെ ദിവസം ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നമ്മുടെ ഗൃഹത്തിലുള്ള ഓരോ വ്യക്തിയുടെയും പേര് 2.5 കിലോ അരി വീതമാണ് നൽകേണ്ടത്. അന്നത്തെ ദിവസം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആരും തന്നെ പട്ടിണി കിടക്കുവാൻ പാടില്ല എന്നതാണ് ഖുർആനിക നിയമം. പള്ളികളിൽ വലിയ ജമാഅത്തായും ഈദ് ഗാഹുകളിലും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കപ്പെടുന്നു. ഈദുൽ ഫിത്തർ ദിനത്തിൽ സ്നേഹ സൗഹൃദങ്ങളും സ്വാതേറിയ ഭക്ഷണ പാനീയങ്ങളും പങ്കിടുന്നു. അയൽവീടുകൾ സന്ദർശിക്കലും സ്നേഹം പുതുക്കലും നിർബന്ധമാണ്. നന്ദിയും സ്നേഹ സൗഹാർദ്ദവും ഈ പുണ്യദിനത്തിൽ നമുക്ക് പങ്കുവെക്കാം. പരസ്പരം ആശ്ലേഷിച്ച് ഈദ് മുബാറക്ക് പറയാം. എല്ലാവർക്കും ഈദിന്റെ മധുരം വിളമ്പാം. സ്നേഹം പ്രചരിപ്പിക്കാം. നന്ദി പറയാം. വ്രതശുദ്ധിയിൽ ഊതിക്കാറ്റിയ പൊന്നുപോലെ തിളക്കമാർജിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാം സർവശക്തനിൽ അർപ്പിച്ച് ശാന്തമായ മനസ്സോടെ ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും ഈദിന്റെ മധുരം പങ്കുവെച്ചുകൊണ്ട് ഹാപ്പി ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.